വടക്കൻ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് ഇതാ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി മാസം 2-ാം തീയതി വരെയാണ്. 2021 ഫെബ്രുവരി 2 വരെ താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമ്പോസിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. റാലി നടക്കാൻ സാധ്യതയുള്ളത് ഫെബ്രുവരി മാസം 20-ാം തീയതിക്കും മാർച്ച് മാസം 31-ാം തീയതിക്കും ഇടയിലായിരിക്കും. കോവിഡ് സിറ്റുവേഷൻ ഇങ്ങനെ നിലനിൽക്കുന്നതിനാലാണ് റാലിയുടെ ഡേറ്റ് കൺഫേം ആയി പറയാത്തത്. 2021 ഫെബ്രുവരി 20-ാം തീയതി മുതൽ 2021 മാർച്ച് 31 വരെയുള്ള കാലയളവിന് ഇടയ്ക്കായിരിക്കും റാലി നടക്കാൻ സാധ്യത. അതിനോടനുബന്ധിച്ച് തന്നെ അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതാണ്. കണ്ണൂരിലായിരിക്കും റിക്രൂട്ട്മെന്റ് റാലി നടക്കുക. പ്രോപ്പർ പ്ലേസ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിനോടനുബന്ധിച്ച് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കണ്ണൂർ ജില്ലയിലായിരിക്കും റിക്രൂട്ട്മെന്റ് റാലി നടക്കുക. ഇനി നമുക്ക് വേക്കൻസികൾ വന്നിരിക്കുന്ന ഓരോ പോസ്റ്റുകളുടെയും വിശദ വിവരങ്ങൾ നോക്കാം. സോൾജിയേഴ്സ് ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ്. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് മിനിമം 166 സെന്റിമീറ്റർ ഹൈറ്റും വെയിറ്റ് 50 കിലോഗ്രാമും ഉണ്ടായിരിക്കണം. ചെസ്റ്റ് മിനിമം 77 സെന്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ അധികമായും എക്സ്പാൻഡ് ചെയ്തിരിക്കണം. ഏജ് ലിമിറ്റ് 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ്. അതായത് ഒക്ടോബർ മാസം 1999 ഒക്ടോബർ മാസം 1-ാം തീയതിയും ഏപ്രിൽ മാസം 2003 1-ാം തീയതിയും ഇടയിലോ ഈ തീയതികളിലോ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. നോട്ട് ചെയ്യുക, സോൾജിയർ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 1999 ഒക്ടോബർ 1-നും 2003 ഏപ്രിൽ 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ SLC ആണ്. SLCക്ക് മിനിമം 45% മാർക്കുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. കൂടാതെ ഓരോ സബ്ജക്റ്റിനും മിനിമം 33% മാർക്കും സ്കോർ ചെയ്തവർ ആയിരിക്കണം അപേക്ഷകർ. സോൾജിയർ ടെക്നിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. 1997 ഒക്ടോബർ 1-നും 2003 ഏപ്രിൽ 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപേക്ഷകർക്ക് മിനിമം 165 സെന്റിമീറ്റർ ഹൈറ്റും 50 കിലോഗ്രാം വെയിറ്റും ഉണ്ടായിരിക്കണം. ചെസ്റ്റ് മിനിമം 77 സെന്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ അധികമായും എക്സ്പാൻഡ് ചെയ്തിരിക്കണം. അപേക്ഷിക്കാനുള്ള യോഗ്യത +2 ആണ്. +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചവർ ആയിരിക്കണം. മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം +2-ന്. കൂടാതെ ഓരോ സബ്ജക്റ്റിനും മിനിമം 40% മാർക്കും സ്കോർ ചെയ്തവർ ആയിരിക്കണം അപേക്ഷകർ. നോട്ട് ചെയ്യുക, അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ +2-ന് സയൻസ് പഠിച്ചവർക്കാണ്. സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ ഓരോ സബ്ജക്റ്റിനും മിനിമം 40% മാർക്കും സ്കോർ ചെയ്തവർ ആയിരിക്കണം അപേക്ഷകർ. സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ നഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്റിനറി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. 1997 ഒക്ടോബർ 1-നും 2003 ഏപ്രിൽ 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപേക്ഷകർക്ക് മിനിമം 165 സെന്റിമീറ്റർ ഹൈറ്റും 50 കിലോഗ്രാം വെയിറ്റും ഉള്ളവർ ആയിരിക്കണം. ചെസ്റ്റ് മിനിമം 77 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ അധികമായും എക്സ്പാൻഡ് ചെയ്തിരിക്കണം. അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ +2 ആണ്. കൂടാതെ +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചവർ ആയിരിക്കണം. മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ ഓരോ സബ്ജക്റ്റിനും പ്രത്യേകമായി 40% സ്കോർ ചെയ്തവർ ആയിരിക്കണം അപേക്ഷകർ. സോൾജിയർ ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ഇൻവെന്ററി മാനേജ്മെന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. 1997 ഒക്ടോബർ 1-നും 2003 ഏപ്രിൽ 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപേക്ഷകർക്ക് മിനിമം 162 സെന്റിമീറ്റർ ഹൈറ്റും 50 കിലോഗ്രാം വെയിറ്റും ഉള്ളവർ ആയിരിക്കണം. കൂടാതെ ചെസ്റ്റ് മിനിമം 77 സെന്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ അധികമായും എക്സ്പാൻഡ് ചെയ്തിരിക്കണം. അപേക്ഷിക്കാനുള്ള യോഗ്യത +2 ആണ്. +2-ന് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ ഓരോ സബ്ജക്റ്റിനും മിനിമം 50% എങ്കിലും മാർക്ക് സ്കോർ ചെയ്തവർ ആയിരിക്കണം അപേക്ഷകർ. നോട്ട് ചെയ്യുക, അപേക്ഷിക്കാനുള്ള യോഗ്യത +2 ആണ്. +2-ന് മിനിമം 60% മാർക്കും ഓരോ സബ്ജക്റ്റിനും പ്രത്യേകമായി 50% മാർക്കും സ്കോർ ചെയ്തവർ ആയിരിക്കണം അപേക്ഷകർ. ഇനിയുള്ള പോസ്റ്റ് സോൾജിയർ ട്രേഡ്സ്മാന്റെ ആണ്. അത് 10ാം ക്ലാസ് പാസ്സായവർക്കും 8ാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാവുന്ന 2 തസ്തികയുണ്ട്. അതിൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. അപേക്ഷകർക്ക് മിനിമം 166 സെന്റിമീറ്റർ ഹൈറ്റും 48 കിലോഗ്രാം വെയിറ്റും ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 76 സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അധികമായി 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്തിരിക്കണം. അപേക്ഷിക്കാനുള്ള യോഗ്യത SLC ആണ്. കൂടാതെ SLCക്ക് മിനിമം ഓരോ സബ്ജക്റ്റിനും 33% സ്കോർ ചെയ്തവർ ആയിരിക്കണം അപേക്ഷകർ.
സോൾജർ ട്രേഡ്സ്മാൻ 8ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്ന തസ്തികയ്ക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. 1997 ഒക്ടോബർ 1-നും 2003 ഏപ്രിൽ 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപേക്ഷകർക്ക് മിനിമം 166 സെന്റിമീറ്റർ ഹൈറ്റും 48 കിലോഗ്രാം വെയിറ്റും 76 സെന്റിമീറ്റർ ചെസ്റ്റ് അളവും ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ അധികമായും എക്സ്പാൻഡ് ചെയ്തിരിക്കണം. അപേക്ഷിക്കാനുള്ള യോഗ്യത 8ാം ക്ലാസ് വിജയമാണ്. ഓരോ സബ്ജക്റ്റിനും മിനിമം 33% മാർക്കെങ്കിലും സ്കോർ ചെയ്തവർ ആയിരിക്കണം അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2021 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. വടക്കൻ കേരളത്തിൽ ഉള്ളവർക്കും മാഹി, ലക്ഷദ്വീപ് എന്നീ സ്ഥലങ്ങളിൽ ഉള്ളവർക്കുമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. റിക്രൂട്ട്മെന്റ് റാലി നടക്കുക കണ്ണൂർ ജില്ലയിലായിരിക്കും. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കൂടാതെ റിക്രൂട്ട്മെന്റ് റാലിക്ക് നോക്കിയിരിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. താങ്ക് യു.